കർത്താവിൻ്റെ രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന ലേവി ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെയും പുതിയ നിയമത്തിലെ ദൈവസഭാ വിശ്വാസികളാകുന്ന വിശുദ്ധന്മാരായ രാജകീയ പുരോഹിതവർഗത്തെയും തമ്മിൽ താരതമ്യം ചെയ്തുള്ള ഒരു പഠന പരമ്പരയാണിത്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം ഈ വിഷയത്തിൽ പഠിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ പഠന പരമ്പരയ്ക്ക് G2R അഥവാ ജനസിസ് ടു റെവലേഷൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൽ ലേവ്യ പുസ്തകം 7-ാമത്തെ 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഇസ്രായേൽ ജനങ്ങൾ കൊടുത്ത യാഗങ്ങൾ, അതിൽ അവസാനത്തേത് കരപൂരണ യാഗമാണ്. കരപൂരണം യാഗം നടത്തുന്നത് രാജാവിനെയോ പുരോഹിതനെയോ പ്രവാചകനെയോ അശുദ്ധനായി പാളയത്തിന് പുറത്തു പാർത്ത കുഷ്ഠരോഗിയെയോ കരപൂരണം ചെയ്ത് പാളയത്തിനുള്ളിൽ പ്രവേശനാനുമതി കൊടുക്കുന്നതിന് ഉള്ള യാഗത്തെയാണ് കരപൂരണ യാഗമെന്ന് പറയുന്നത്. അതിൽ ആ പ്രവാചക പ്രതിഷ്ഠയിൽ നടത്തുന്ന ശുശ്രൂഷയാണ് നാം പഠിച്ചത്. യേശുക്രിസ്തു ആവർത്തന പുസ്തകം 18:18 മോശെ പറഞ്ഞ ആ പ്രവാചകനാണെന്നുള്ളതിൻ്റെ സാക്ഷികൾ. ജനങ്ങളുടെ അഭിപ്രായം മത്തായി 21:11 ലൂക്കോസ് 7:16 യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:19 അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ സാക്ഷ്യമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും കണ്ടു. ഒരു സാക്ഷി കൂടെ ഇതിൻ്റെ മുന്നിൽ നിരത്തി വയ്ക്കട്ടെ. 6-ാമത്തെ സാക്ഷി വഴി പോകയിൽ കണ്ടുമുട്ടിയ പിറവിക്കുരുടന് കാഴ്ച നൽകിയതിൽ അസൂയ നിറഞ്ഞ പരീശന്മാരുടെ ചോദ്യത്തിന് കാഴ്ച ലഭിച്ച കുരുടനായിരുന്നവൻ പറഞ്ഞ സാക്ഷ്യം. അവനൊരു പ്രവാചകനത്രേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം. സാരാംശത്തിൽ മോശെ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18 പറഞ്ഞ ആ പ്രവാചകൻ യേശുക്രിസ്തു തന്നെ. 2-3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം എന്ന ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവാണ് മോശെ പറഞ്ഞ ആ പ്രവാചകൻ എന്നുള്ളതിൻ്റെ ആധാരമായി 6 സാക്ഷികളെ കൊണ്ടുവന്നത്. രാജകീയ പുരോഹിതവർഗത്തിൻ്റെ കരപൂരണം അഥവാ അഭിഷേകം എന്നുള്ള വിഷയമാണ് ഇപ്പോൾ നാം ചിന്തിപ്പാൻ പോകുന്നത്. ദൈവപുത്രനെ രാജാധിരാജാവും കർത്താവും ആയ ആ പ്രവാചകനായി അഭിഷേകം ചെയ്ത പിതാവായ ദൈവം, എബ്രായർക്ക് എഴുതിയ ലേഖനം 5:10. അതേ അഭിഷേകം രാജകീയ പുരോഹിതവർഗമാകുന്ന നമുക്കും നൽകുവാൻ തൻ്റെ പുത്രനെ അധികാരം നൽകിയിരിക്കുന്നു. പിതാവായ ദൈവം പുത്രനെ നമ്മളെ രാജകീയ പുരോഹിതവർഗമാക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങളിലും അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും കാണുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ തൻ്റെ പുത്രനെ അഭിഷേകം ചെയ്ത മാത്രയിൽ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ താൻ വളർന്ന ഗ്രാമത്തിൽ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞ പദമാണ്, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ്റെ ആത്മാവ്, അവൻ്റെ അഭിഷേകം എൻ്റെ മേലുട്ട്. അതുപോലെ പുത്രൻ നമ്മെ രാജകീയ പുരോഹിതവർഗം ആക്കുവാനുള്ള അഭിഷേകം ചെയ്യുന്നതിനുള്ള വാഗ്ദത്തം കൊടുത്തപ്പോൾ അരുളി ചെയ്ത അരുളപ്പാടുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, മനസ്സിലായല്ലോ, മത്തായി 3:16 പരിശുദ്ധാത്മാവ് പുത്രൻ്റെ മേൽ വന്നപ്പോൾ, ലൂക്കോസ് 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പുത്രൻ്റെ മേൽ വന്നപ്പോൾ, സ്തോത്രം, അവന് പരിശുദ്ധാത്മാവും ശക്തിയും ലഭിച്ചതുപോലെ പുത്രൻ പറയുകയാണ്. യോഹന്നാൻ 20:20 കൂടെ ഈ തരുണത്തിൽ ചേർത്ത് പഠിക്കണം. എൻ്റെ പിതാവ് എന്നെ അയച്ചപ്പോൾ അഭിഷേകം ചെയ്തതുപോലെ നിങ്ങളെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഞാനും അയക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ഗലീലയിലും കൈസറിയയിലും
സാക്ഷികളായതുപോലെ നിങ്ങളും, യേശു കർത്താവ് ഇവിടെ എല്ലാം സാക്ഷികളായല്ലോ, അതുപോലെ നിങ്ങളും യെരുശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം ദൈവപുത്രൻ്റെ സാക്ഷികളാകും എന്ന് അരുളി ചെയ്തു. അപ്പസ്തലപ്രവൃത്തി 1:8. ദൈവപുത്രൻ ദൈവസഭയ്ക്ക് അഭിഷേകം നൽകി ആക്കിയിരിക്കുന്ന ശുശ്രൂഷകന്മാരാണ് നമ്മൾ. കൊരിന്ത്യരുടെ 1 ലേഖനം 12 അധ്യായം 28 ദൈവം അഭിഷേകം ചെയ്ത് ദൈവസഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന, കരപൂർണം ചെയ്താക്കിയിരിക്കുന്ന ശുശ്രൂഷകന്മാർ ആരെല്ലാമാണ് എന്ന് അടുത്ത് നമുക്ക് ചിന്തിക്കാം. 1, അപ്പോസ്തലന്മാർ. 2, പ്രവാചകന്മാർ. 3, ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ ഓരോരുത്തനെ നിയമിച്ചിരിക്കുന്നു, അഥവാ ഓരോരുത്തനെ കരപൂർണം ചെയ്തിരിക്കുന്നു, അഥവാ ഓരോരുത്തരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൊരിന്ത്യരുടെ 1 ലേഖനം 12-28 മാത്രവുമല്ല, എന്തെല്ലാമാണ് ഈ ശുശ്രൂഷയിൽ നിർവഹിക്കേണ്ട ചുമതലകൾ, അതും വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ശമൂവേൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ രാജധർമ്മം വായിച്ച് കേൾപ്പിച്ചതുപോലെ രാജകീയ പുരോഹിതവർഗത്തെ ഈ മുകളിൽ കണ്ട അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നീ ശ്രേണികളിലുള്ള ശുശ്രൂഷകന്മാരാക്കി വച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ടത്? വീര്യപ്രവൃത്തികൾ. 2, രോഗശാന്തി. 3, സഹായം ചെയ്യുക. 4, പരിപാലനം നടത്തുക. 5, വിവിധ ഭാഷാവരങ്ങൾ എടുക്കുക, കൊടുക്കുക, അത് ചെയ്യുക. വീര്യപ്രവൃത്തികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ജനത്തെ കൂട്ടി കബളിപ്പിക്കുവാനല്ല, രോഗശാന്തി ശുശ്രൂഷയുടെ പേര് പറഞ്ഞ് അവിടെ കളിപ്പീര് നടത്തുവാനല്ല, സഹായം സ്വയമായി വാങ്ങിച്ച് വാരിക്കൂട്ടി സമ്പന്നന്മാരാകുവാനല്ല, സഹായം ചെയ്യുവാനാണ് വരം കൊടുത്തിരിക്കുന്നത്. പരിപാലന വരം, ജനം എങ്ങനെയും പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് രാജാവില്ലാതിരുന്ന ഇസ്രയേൽ ജനങ്ങളുടെ കാലത്തെ പോലെ ആരോരുമില്ലാത്ത ഇടയന്മാരില്ലാത്തവരായി നടക്കുന്നത് കാണരുത്. കർത്താവ് ജനം ഇടയന്മാരില്ലാതിരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞു, ദുഃഖിച്ചു. അതുപോലെ ഇന്നത്തെ ആത്മീയകോളത്തിൽ ആരുമില്ലാതെ വണ്ണം അനാഥരായി നടക്കുന്നവരെ കണ്ട് കരയുവാനാണ് അപ്പസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ആക്കിയിരിക്കുന്നത്. വിവിധ ഭാഷാപരം. എന്തെങ്കിലും വായിൽ വരുന്നത് 2-3 ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പറഞ്ഞ് ആദ്യ അക്ഷരം അവസാനവും, ഇടയിൽ പറഞ്ഞത് ആദ്യവും, അതിനടുത്ത് പറഞ്ഞത് അവസാനവും ഒക്കെ പറഞ്ഞ് ഏതോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതല്ല ദൈവവചനത്തിൽ കാണുന്ന ഭാഷാപരം. തിരുവചനത്തിൽ 2 ഭാഷകളുണ്ട്. 1, അന്യഭാഷ. 2, മറുഭാഷ. മറുഭാഷ എന്ന് പറഞ്ഞാൽ അതർ ടങ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഷ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംസാരിക്കുന്നതായിരിക്കാം. എന്നാൽ സംസാരിക്കുന്ന വ്യക്തി അത് പഠിക്കുകയോ കേൾക്കുകയോ ഇന്ന ഭാഷയാണ് പറയുന്നതെന്ന് പറയുവാൻ തക്കവണ്ണം അറിവും കാണുകയില്ല. എന്നാൽ ആ ഭാഷ ഏതോ ഒരു ഭാഗത്ത് സംസാരിക്കുന്നതായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് പറയും, ഇപ്പോൾ ഞാൻ സംസ്കൃതം അന്യഭാഷയായി പറയുന്നതാണ്. തിരുവചനത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. എന്നിട്ട് അന്യഭാഷ എന്ന് പറഞ്ഞാൽ അൺനോൺ ടങ്. അതുവരെ ഈ വ്യക്തി പറയുന്നിടം വരെ അത് ലോകത്തിൽ ആരും സംസാരിച്ചിട്ടില്ല. അതാണ് അൺനോൺ ടങ്. അൺനോൺ ടങ് അന്യഭാഷയാണ് ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അത് സഭയിൽ ചുമ്മാതെ ശബ്ദമുണ്ടാക്കി പറയരുത്. അടുത്തൊരു വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ മൗനമായിരിക്കണം. ഒരു കാരണവശാലും ഒരാൾ തന്നെ അന്യഭാഷ പറഞ്ഞിട്ട് അതിന് മലയാളമോ അതിന് ഇംഗ്ലീഷോ പറയരുത്. അത് പ്രമാണമല്ല. മറുഭാഷയോ അന്യഭാഷയോ സംസാരിക്കുന്നവൻ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ മൗനമായിരിക്കട്ടെ എന്ന് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 14 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് നടക്കുന്നത് മുഴുവൻ ഏകാംഗ നാടകമല്ലേ? ഏതൊക്കെ പറഞ്ഞിട്ട് അയാൾ തന്നെ അന്യഭാഷയിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നു. 2 പേരുടെ വായ്മൊഴിയാലാണ് കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടത്. കർത്താവിൻ 2 പേരെ അയച്ചത്. കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാൻ പോലും 2 പേരെയാണ് അയച്ചത്. ഇതാണ് പ്രമാണം. ഒരു വ്യക്തി മാത്രം
ഏദൻ തോട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് പോരാ എന്നുകൊണ്ടാണ് തക്ക തുണയായി രണ്ടാമതൊരു വ്യക്തിയെ കൊടുത്തത്. ഒരുവനേക്കാൾ ഇരുവർ ചേർന്ന് നടക്കുന്നത് നല്ലതെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതുമാത്രവുമല്ല, വിഷയം അവിടെ പര്യവസാനിക്കുന്നതല്ല. ലോകത്തെ ദൈവവുമായി നിരപ്പിക്കുന്നതിനുള്ള ശുശ്രൂഷയിലും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നിരപ്പിൻ്റെ ശുശ്രൂഷ. ദൈവവും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുന്ന ശുശ്രൂഷ. യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ എന്താകുന്നു എന്ന് കൊരിന്ത്യരുടെ 2 ലേഖനം 5 അധ്യായം 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ആകയാൽ ദൈവദാസന്മാർ, രാജകീയ പുരോഹിതവർഗം ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. മൂലഭാഷയിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അംബാസഡേഴ്സ് എന്നാണ്. മൂലഭാഷയിൽ പ്രസ്ബിറ്ററോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്, പ്രസ്ബ്യൂമൻ. സ്തോത്രം. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എപ്പിസ്കോപ്പോസ്. മനസ്സിലായെന്ന് തോന്നുന്നു. സ്ഥാനാപതികളായി നിയമിച്ചിരിക്കുന്നു. കൊരിന്ത്യരുടെ 2 ലേഖനം 5 അധ്യായം 20 വാക്യം. ദൈവസഭയ്ക്ക് പല കൂടിവരവുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രസ്ബ്യൂട്ടറോസ് അഥവാ എപ്പിസ്കോപ്പോസ്. അവരുടെ നിയമനവും അവരുടെ യോഗ്യതയും എന്താകുന്നുവെന്ന് തിമോഥെയോസിന്റെ 1 ലേഖനം 3 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അടുത്തതായി ദൈവസഭയ്ക്കുള്ള പഞ്ചേന്ദ്രിയ ശുശ്രൂഷകൾ, 5 ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ശരീരത്തിൽ പൂർണ്ണ വ്യക്തിയാകുന്നുവെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ, ഘ്രാണശക്തി, ശ്രവണശക്തി, വാച്യശക്തി, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ ദൈവപുത്രൻ്റെ സഭയാകുന്ന, ശരീരമാകുന്ന ഈ ലോകത്തിലെ ദൃശ്യ സഭയ്ക്ക് കർത്താവ് 5 ശുശ്രൂഷകളെ കൊടുത്തിരിക്കുന്നു. 1 അപ്പസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 സുവിശേഷകന്മാർ, 4 ഇടയന്മാർ, 5 ഉപദേഷ്ടാക്കന്മാർ. എഫെസർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 11 വാക്യത്തിൽ ആണ് ആ വിഷയം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം. ദൈവസഭയ്ക്ക് ഒരു ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾ പോലെ സഭയുടെ നടത്തിപ്പിന് വേണ്ടി 4 അധ്യായം 11 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് 5 അതിമഹത്വകരമായ ശുശ്രൂഷകൾ. എന്തെല്ലാമാണ്? 1 അപ്പസ്തലന്മാർ. അതിന് ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്തോലോസ് എന്ന പദമാണ് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. 2 പ്രവാചകന്മാർ. പ്രൊഫറ്റേസ് എന്നാണ് മൂലവാക്ക്. ഇംഗ്ലീഷിൽ പ്രോഫറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നു. വരുവാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയുക. അതിനുള്ള തത്വം അടിസ്ഥാനമായി കൊടുത്തിരിക്കുന്ന ആവർത്തന പുസ്തകത്തിലാണല്ലോ. 3 സുവിശേഷകന്മാർ. ഇംഗ്ലീഷിൽ ഇവാഞ്ചലിസ്റ്റ് എന്നാണ്, എന്നാൽ മൂലഭാഷയിൽ യുവാങ്കലിസ്റ്റേസ് എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. സദ്വർത്തമാന ഘോഷികൾ. ദൈവത്തിന് സ്തോത്രം. ആ സുവിശേഷകന്മാരുടെ നാവിൽ നിന്ന് ശാപവും ശരവും വരികയില്ല. സദ്വർത്തമാനം ഘോഷിക്കുന്ന ദൈവദാസന്മാരുടെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം എന്നാണ് കാണുന്നത്. അതായത് സുവിശേഷം അറിയിക്കുന്ന വ്യക്തികൾ വരുന്നിടത്ത് ജനത്തെ അനുഗ്രഹിക്കുകയും സന്തോഷം പകരുകയുമാണ് ചെയ്യുന്നത്. സ്തോത്രം. അല്ലാതെ ശാപവും ശരവും ദോഷവും പിരിവിനകളും ഒന്നും അവരുടെ നടുവിൽ ഉണ്ടായിരിക്കുകയില്ല. ഇടയന്മാർ. പാസ്റ്റേഴ്സ് എന്നാണ് കാണുന്നത്. പോയിമെൻ എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. വൺ ഹു ഈസ് ടെൻഡിങ് ദ ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്നവൻ. 10-15 റിട്ടയർഡ് പാസ്റ്റർമാരിരുന്നൊരു സഭയിൽ ചുമ്മാതെ മൃങ്ങഴ്സിയ ഒരു വാക്കും പറയാതെ തിരിച്ചു പോകുന്ന വ്യക്തികളെയും ഇന്ന് പാസ്റ്റേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. പോയിമൻ എന്ന പദത്തിൻ്റെ അർത്ഥം ആടുകൾക്ക് തീറ്റിയും വെള്ളവും കൊടുത്ത് ഭംഗിയായി സുരക്ഷിതമായി സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി. വൺ ഹു ഈസ് ടെൻഡിങ്, വൺ ഹു ഈസ് ഇൻ ദി ആക്ഷൻ ഓഫ് ഫീഡിങ് ദ ഷീപ്പ്. 5 ഉപദേഷ്ടാക്കന്മാർ. ഡിഡാസ്കേലോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സത്യവചനം, പഥ്യവചനം, ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ളവർ ദൈവവചനം സംബന്ധിച്ച ഏത് സംശയങ്ങളും തീർത്തു കൊടുക്കുവാൻ തക്കവണ്ണം
ആവശ്യമായ ദൈവിക ജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം. 5 ശുശ്രൂഷകൾ ദൈവസഭയുടെ നടത്തിപ്പിന് വേണ്ടി കൊടുക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ. അടുത്തത് ശ്രദ്ധിക്കുക. ന്യായപ്രമാണ യുഗത്തിൽ പരമോന്നതനായ ദൈവം മോശെ എന്ന തൻ്റെ ദാസനിൽ കൂടി നൽകിയ എല്ലാവിധ യാഗങ്ങളിൽ കൂടെയും ലക്ഷ്യം ഇട്ടത് ഇസ്രായേൽ എന്ന ജനത്തെ യഹോവയാം ദൈവത്തിൻ്റെ പുത്രനും ആദ്യജാതനും ശുശ്രൂഷകരും എന്ന അവസ്ഥയിൽ ഒരു പ്രത്യേക സമ്പത്തായി സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 22ഉം 23ഉം വാക്യങ്ങളും 19-ാം അധ്യായം 5-ാമത്തെ വാക്യവും. ഒരിക്കൽ കൂടെ അത് വായിക്കാതിരിപ്പാൻ നിർവാഹമില്ല. ന്യായപ്രമാണ യുഗത്തിൽ പരമോന്നതനായ ദൈവം മോശെ എന്ന തൻ്റെ ഭൃത്യനിൽ കൂടി നൽകിയ എല്ലാവിധ യാഗങ്ങൾ കൂടിയും ലക്ഷ്യമിട്ടത് ഇസ്രായേൽ എന്ന തൻ്റെ ജനത്തെ യഹോവയാം ദൈവത്തിൻ്റെ പുത്രനും ആദ്യജാതനും ശുശ്രൂഷകരും എന്ന അവസ്ഥയിൽ ഒരു പ്രത്യേക സമ്പത്താക്കി സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പുറപ്പാട് 4:28, 22, 23, 19:5. അതേ നിലയിൽ കൃപായുഗത്തിൽ തൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഏകപുരുഷന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവസഭ എന്ന ഒരുവിധം ആദ്യഫലത്തെ വിശുദ്ധയും നിഷ്കളങ്കയും നിർമ്മലയും ആക്കി തീർക്കുക. അതാണ് ദൈവത്തിൻ്റെ ദൈവസഭയെക്കുറിച്ചുള്ള രാജകീയ പുരോഹിത വർഗത്തെക്കുറിച്ചുള്ള ഹിതം. എന്നാൽ ഹവ്വ എന്ന ദൈവതേജസാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീയെ സർപ്പം എന്ന വഞ്ചകൻ ഉപായത്താൽ വഞ്ചിച്ച് പാപത്തിനും മരണത്തിനും അധീനയാക്കിയതുപോലെ അവൾ മുഖാന്തരം മാനവരാശി മുഴുവൻ പാപികളായി തീർന്നതുപോലെ യാതൊരുവിധ സാത്താന്യ ഉപായങ്ങളാലും തെറ്റിപ്പോകാത്ത വിധം പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്ന് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിച്ച് യഥാസ്ഥാനപ്പെടുത്തി ആത്മീയ വർധനവ് വരുത്തി യാതൊരുവിധ ചതിവുകളിലും ഉപായങ്ങളിലും തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാതെ ഉപദേശത്തിൻ്റെ വിവിധ കാറ്റുകളാൽ അലഞ്ഞുഴയുന്ന ശിശുക്കൾ ആകാതെ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം സകല വിശുദ്ധിയിലും വളർത്തിയെടുക്കുവാൻ തന്നെയാണ് ഈ 5 വിധ ശുശ്രൂഷകൾ ദൈവദാസീദാസന്മാരായ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും സുവിശേഷകന്മാർക്കും ഇടയന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും കൊടുത്തിരിക്കുന്നത് എന്ന് ഈ ശുശ്രൂഷകൾ ചെയ്യുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കിയാൽ നന്ന്. വാക്യങ്ങൾ കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 17ഉം 18ഉം വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 14 വരെയും 26ഉം 27ഉം വാക്യങ്ങൾ വായിച്ചാൽ അത് ഗ്രഹിക്കുവാൻ സാധിക്കും. രാജകീയ പുരോഹിതവർഗത്തിൻ്റെ ശ്രേഷ്ഠമായ അധികാരം എത്ര വലുതാകുന്നുവെന്ന് കേൾവിക്കാർ തന്നെ ചിന്തിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് തിരുസന്നിധിയിൽ ഞങ്ങളെയും അടിയങ്ങളുടെ ശുശ്രൂഷകളെയും സമർപ്പിച്ച് കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.